അപ്പൊ ശരിക്കും ഈ ഒരു വാഹനം കോമ്പീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാനിയോടും അതുപോലെ തന്നെ വോൾവോയോടും തന്നെയാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ഏറെ പ്രത്യേകതകളുണ്ട്. ഇതിന്റെ ബ്രേക്കിംഗ്സിലാണെങ്കിലും ശരി, ഇതുപോലെ തന്നെ ഇതിനകത്ത് സേഫ്റ്റി, ഞാൻ പറഞ്ഞ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളുകളും അതുപോലെ തന്നെ വാഹനത്തിനകത്ത് 5 ലെവലുള്ള ഈസി കൺട്രോൾഡ് ആയിട്ടുള്ള റിട്ടാർഡർ ബ്രേക്കിംഗ് ഒക്കെ വരുന്നുണ്ട്. ഈ വാഹനത്തിനകത്ത് എയർ സസ്പെൻഷൻ ആണ് വരുന്നത്. ഫ്രണ്ടും ബാക്കും എയർ സസ്പെൻഷൻ ആണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ പറയുന്ന ഒരു തൊട്ടിൽ ആടുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും. കാരണം ഈ ഒരു വാഹനം ബ്രേക്ക് ചെയ്ത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വോൾവോ ഒക്കെ ഒരു സൈഡിലേക്ക് ആടുന്ന പോലെ തന്നെ ഈ ഒരു വാഹനം നമുക്ക് അങ്ങനെ ആടും. അപ്പോൾ OBD2 കുറിച്ച് പറയാനായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്തും പറഞ്ഞായിരുന്നു. നമ്മുടെ ഓൺ ബോർഡ് ഡയഗ്നോസ്റ്റിക്സ് എന്നാണ് പറയുന്നത്. അതായത് വാഹനം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിൽ ഒരു പോർട്ട് ഉണ്ട്. നമുക്ക് ആ പോർട്ടിൽ നമ്മൾ ലാപ്ടോപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിലേക്ക് കണക്ട് ചെയ്ത വാഹനത്തിന്റെ എറർ കോഡുകളെല്ലാം കണ്ടുപിടിച്ച് വാഹനത്തിന് കംപ്ലയിൻസ്, ഏതൊക്കെ സെൻസേഴ്സ് ആണ് കംപ്ലൈൻറ്റ്, ഏതൊക്കെ പ്രശ്നങ്ങളുണ്ട്, വാഹനം എത്ര പ്രാവശ്യം നിന്നു, ഓഫാക്കി, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. വണ്ടിയുടെ പ്ലാറ്റ്ഫോമും ഈ പറയുന്ന ഈ ഒരു വാഹനം ഇതിനടിയിലാണ് എഞ്ചിൻ വരുന്നത്. ഇതെല്ലാം ഒരേ ലെവലിലാണെന്നുള്ളതാണ് പ്രത്യേകത. ഇതിന്റെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് നോക്കിയാൽ 2x2 ആണ്. അതായത് ഞെരുങ്ങി ഇരുന്ന് പോകേണ്ട, വളരെ രാജകീയമായിട്ടിരുന്ന് പോകാൻ പറ്റുന്നതാണ്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പൊതുവെ സീറ്റ് ബെൽറ്റുകളൊന്നും ഇട്ടിരിക്കാറില്ലെങ്കിലും ഫോറിനേഴ്സ് ടൂറിന് വരുന്ന സമയത്ത് അവർക്ക് ഈ സീറ്റ് ബെൽറ്റ്സ് ഭയങ്കര നിർബന്ധമാണ്. ബാക്കിലൊക്കെ ഇരിക്കുന്നതാണ് നമ്മൾ കുറച്ച് പേർക്ക് ഈ ടൂറൊക്കെ പോകുമ്പോൾ ഇഷ്ടമല്ല. രണ്ടെണ്ണമൊക്കെ ഒന്ന് അടിച്ച് മൂലയിലൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ. എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോബ് മൈ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഇവിടെ ഒരു ഇടിവിട്ട് ബസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഈ ഫ്രെയിമിലേക്ക് ഒന്ന് നോക്കി, ഈ ബസ് കണ്ടിട്ട് ഇത് വോൾവോ ആണോ സ്കാനിയ ആണോ ഒന്ന് കമന്റ് ചെയ്തേക്കാവോ വേഗം. ഓക്കെ, എന്നാൽ ഞാൻ ഈ വാഹനം നിങ്ങളുടെ ഫ്രണ്ടിൽ ഒന്ന് കാണിക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വോൾവോ ആണോ സ്കാനിയ എന്നുള്ളത്. അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന A&M ടൂൾസിന്റെ ഒരു ഇടിവിട്ട് ബസ്സാണ് കേട്ടോ. കാരണം ഈ ഒരു വാഹനത്തിന്റെ സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ നമ്മുടെ ഈ പറയുന്ന പോലെ ലക്ഷറി ബ്രാൻഡ്സ് ആയിട്ടുള്ള വോൾവോ അല്ല സ്കാനിയ ആണെന്ന് തോന്നുമെങ്കിലും ഇത് ഭാരത് ബെൻസിന്റെ ഗ്ലൈഡർ ബസ്സാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. OBD2 വന്നിരിക്കുന്ന ആദ്യത്തെ ടൂറിസ്റ്റ് ബസ്സാണ്. അപ്പം നിങ്ങളൊന്ന് ആ ഫ്രെയിമിലേക്ക് ഒന്ന് നോക്കി, ഈ ബസ്സിന്റെ ഒരു ആകാര വലിപ്പം നോക്കിക്കേ. കാരണം ഒരു ഭാരത് ബെൻസ് എന്ന് പറയുന്ന കമ്പനി 2008 ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പം ഹീറോ ആയിട്ടായിരുന്നു അവർക്ക് ആദ്യത്തെ ഒരു കൊളാബറേഷൻ. പക്ഷെ ആ കൊളാബറേഷൻ നീണ്ടു നിന്നില്ല. അങ്ങനെ അവർക്ക് വിഡ്രോ ചെയ്യേണ്ടി വന്നു. അതിനുശേഷം 2010 ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ഒരു കമ്പനിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാരത് ബെൻസ് എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് പിന്നെ നടന്ന ഒരു ചരിത്രമാണ്. ഇന്ന് റോഡുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഭാരത് ബെൻസിന്റെ ലോറിയാണ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും ഭാരത് ബെൻസിന്റെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ലോറിയാണ്. പഴയ ലോറികളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് AC ക്യാബിൻസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഭാരത് ബെൻസിന്റെ വണ്ടി വന്ന പിന്നെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് റീഡിഫൈൻ ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പം അവർക്ക് അന്ന് മുതലേ ബസ്സസ് ഉണ്ട്. അപ്പം ഗ്ലൈഡർ എന്ന് പറയുന്ന ഒരു പ്രത്യേക സസ്പെൻഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബസ്സുകൾക്കുള്ളത്. അപ്പോൾ അതൊരു തൊട്ടിലിന്റെ എഫക്റ്റ് ആണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു പേറ്റന്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഗ്ലൈഡർ സസ്പെൻഷൻ എന്ന് പറയുന്നത്. എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു മുരഹരയാണെന്ന് തോന്നുന്നു ആദ്യത്തെ ഗ്ലൈഡറിന്റെ ബസ് കേരളത്തിൽ വാങ്ങിക്കുന്നത്. നമ്മുടെ ഓഫീസിൽ തന്നെയാണ് വന്നിരുന്നത്. അപ്പോൾ നമ്മളത് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഒരുപാട് ബസ്സുകൾ ഇറങ്ങി. ഇപ്പം OBD2 വരുന്ന അല്ലെങ്കിൽ OBD2 വരുന്ന ആദ്യത്തെ കേരളത്തിലെ ബസ്സാണ്. അതായത് ഗ്ലൈഡർ ബസ്സാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ബോഡി ബിൽഡ് ചെയ്തിരിക്കുന്ന MG ബോഡി ബിൽഡേഴ്സ് ആണ്. അപ്പം MGയുടെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ്. അത് കണ്ടു കഴിഞ്ഞാൽ പ്രീമിയം ബസ്സസ് ആയിട്ടുള്ള ലക്ഷറി ബസ്സസ് ആയിട്ടുള്ള സ്കാനിയക്കും വോൾവോയ്ക്കും ഒക്കെ എങ്ങനെയാണോ ബോഡി നിർമ്മിക്കുന്നത്, സ്ലീപ്പറിനെയൊക്കെ ബോഡി നിർമ്മിക്കുന്നത്, അതേ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ ബസ്സാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഒന്ന് നമ്മുടെ ഒന്ന് ഫോളോ ചെയ്തേക്കണം. അപ്പം ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഭാരത് ബെൻസിന്റെ ഏറ്റവും പുതിയ ഈ ഒരു ഗ്ലൈഡറിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു 12 മീറ്റർ ആയിട്ട് വരുന്ന ബസ്സാണ്. 12 മീറ്റർ ആണ് മൊത്തത്തിൽ ലെങ്ത് എന്ന് പറയുന്നത്. പക്ഷെ ഭയങ്കര ഹൈറ്റ് ആണ്. നിങ്ങൾ ആ ഒരു ഫ്രെയിമിൽ നോക്കി കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ ഈ വണ്ടിയോട് ചേർന്ന് നിൽക്കുമ്പോൾ കണ്ടോ എന്തുമാത്രം പൊക്കത്തിലാണ് ഈ വണ്ടി ഇരിക്കുന്നത് എന്നുള്ളത് നോക്കി ആലോചിച്ച് കഴിയുക. അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ നിന്നൊന്ന് പറഞ്ഞു വരാം. അപ്പം ഒരു ഭാരത് ബെൻസിന്റെ ഏറ്റവും ഫ്രണ്ടിലെ ഈ ഒരു ബസ്സിന്റെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നോക്കിക്കുക ഭയങ്കര ഹൈ റൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അത് നമ്മൾ വണ്ടിക്കകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ പ്ലാറ്റ്ഫോം ഒത്തിരി ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഭയങ്കര നമ്മളൊരു രാജകീയ പൊസിഷനിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന പോലെയാണ്. ഓക്കെ, ഡ്രൈവർ കുറച്ച് താഴ്ന്ന പൊസിഷനിൽ ഇരുന്നാലും പാസഞ്ചേഴ്സ് ഇരിക്കുന്നത് കുറച്ച് ഹൈറ്റിലാണ്. നിങ്ങൾക്ക് അകത്തോട്ട് കയറുമ്പോൾ അത് കൃത്യമായിട്ട് കാണിക്കാം. പുറത്ത് നോക്കിയാലും കണ്ടോ അകത്ത് വെള്ള കളറിൽ സീറ്റ്സ് ഇരിക്കുന്നത് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റുന്ന അറിയത്തില്ല വെയിലിന്റെ ഒരു കാഠിന്യം കൊണ്ട്. പക്ഷേ ഭയങ്കര ഹൈറ്റിലാണ് ആൾക്കാരിയ്ക്കുന്നത്. അപ്പം ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ A&M ട്രാവൽസ് എന്നുള്ള ഒരു റൗണ്ട് ആയിട്ട് ഇങ്ങനെ കർവ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. A&M എന്ന് പറയുന്ന ടൂർസ് ആൻഡ് ട്രാവൽസ് ശരിക്കും ട്രിവാൻഡ്രത്ത് തിരുവല്ലത്താണ്. ഇവർ മെയിനായിട്ട് ടൂർ ഓപ്പറേഷൻസ് ആണ് ചെയ്യുന്നത്. ഇവർക്ക് സ്കാനിയ ബസ്സസ് അതുപോലെ നോർമൽ ബസ്സസ് ഒക്കെ ഇവർക്ക്
ഉണ്ട്. അപ്പോൾ അവരുടെ ശ്രേണിയിലേക്കാണ് ഏറ്റവും പുതിയൊരു ബസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബസ് വന്നപ്പോൾ തന്നെ ഭാരത് ബെൻസ് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഒരു OBD2 വരുന്ന കേരളത്തിലെ ആദ്യത്തെ ബസ് ഇവിടെ ഡെലിവർ ആയിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് പോയി ഒന്ന് കണ്ടു നോക്കുമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം ഈ വണ്ടി ഒന്ന് കാണുന്നതിൽ. അതുപോലെ നമുക്ക് 2 കൊമ്പുകൾ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് പറ്റും. അപ്പം മനോഹരമായിട്ടുള്ള നല്ല അടിപൊളി 2 കൊമ്പുകൾ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വൈപ്പേഴ്സിന്റെ സെറ്റ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വൈപ്പേഴ്സിന് താഴെയായിട്ട് ഭാരത് ബെൻസ് എന്നുള്ള വലിയ റൈറ്റിംഗ് അടിപൊളിയായിട്ട് എംബോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇനി താഴോട്ട് വരികയാണെങ്കിൽ എഞ്ചിൻ നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. ഇച്ചിരി ബലം പിടിച്ച് നമുക്ക് തുറക്കാം. ഓക്കെ, ഇങ്ങനെ പൊക്കി കഴിയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എഞ്ചിൻ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഒരു എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെഴ്സിഡസ് ബെൻസിന്റെ എഞ്ചിനാണ് കേട്ടോ വരുന്നത്. മെഴ്സിഡസ് ബെൻസിന്റെ ഈ പറയുന്ന OM926 എന്ന് പറയുന്ന എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ശരിക്കും ഈ ഒരു വാഹനം കോമ്പീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാനിയോടും അതുപോലെ തന്നെ വോൾവോയോടും തന്നെയാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സിൽ അത് ഭയങ്കര വലിയ ബിഗ് ബ്രാൻഡ്സ് ആയതുകൊണ്ടും ഭാരത് ബെൻസ് ഇപ്പൊ കയറി വന്നതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഭാരത് ബെൻസ് കോമ്പീറ്റ് ചെയ്യുന്നത് എല്ലാം വമ്പന്മാരോട് തന്നെയാണ്. അപ്പം ഇത് മെഴ്സിഡസ് ബെൻസിന്റെ എഞ്ചിനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പവർ റേറ്റിംഗ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ 7200 cc എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് ഉള്ളത്. അതുപോലെ തന്നെ 240 ഹോഴ്സ് പവർ ആണ് വാഹനം പ്രൊവൈഡ് ചെയ്യുന്നത്. ടോർക്കിലേക്ക് വരുവായിരുന്നെങ്കിൽ 850 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. പിന്നെ ഒരുപാട് ഏറെ പ്രത്യേകതകളുണ്ട്. ഇതിന്റെ ബ്രേക്കിംഗ്സിലാണെങ്കിലും ശരി, ഇതുപോലെ തന്നെ ഇതിനകത്ത് സേഫ്റ്റി ഞാൻ പറഞ്ഞ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളുകളും അതുപോലെ തന്നെ വാഹനത്തിനകത്ത് 5 ലെവലുള്ള ഈസി കൺട്രോൾഡ് ആയിട്ടുള്ള റിട്ടാർഡർ ബ്രേക്കിംഗ് ഒക്കെ വരുന്നുണ്ട്. ഭയങ്കര സുരക്ഷിതമായിട്ടുള്ളൊരു വണ്ടിയാണ്. ശരിക്കും പറയാം ടോപ്പ് എൻഡ് ആയിട്ടുള്ള സ്കാനിയ അല്ല വോൾവോയ്ക്കകത്തുള്ള ഏകദേശം എല്ലാ ഫെസിലിറ്റീസും തന്നെ ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതും ഒരു വലിയ പ്രത്യേകതയാണ്. നമുക്ക് ഇവിടെ ഭാരത് ബെൻസിനകത്ത് ഈ ഒരു ലോഗോ ഉണ്ടോ, ബെൻസിന്റെ ലോഗോ വളരെ ഭംഗിയാണ്. ഈ ഒരു ലോഗോ ഒക്കെ ആയിട്ട് വണ്ടി റോഡിൽ കൂടെ ഓടുമ്പോൾ തന്നെ എന്ത് പ്രത്യേകതയായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ആ സൈഡിൽ ഗ്ലൈഡർ എന്ന് പറഞ്ഞ് ഓൾറെഡി എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ലൈറ്റ്സിന് സെറ്റിലേക്ക് വരുമ്പോൾ ഈ സെറ്റ്സ് ലൈറ്റ്സ് നിങ്ങൾ ഓൾറെഡി ഈ ഗ്ലൈഡറിനകത്ത് ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് തന്നെ ലൈറ്റ്സ് അവിടെ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. ഇത്രയും ലൈറ്റ്സിന്റെ ഒരു ക്ലസ്റ്റർ ഉണ്ട്. അതുപോലെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഒരു DRL ആയിട്ടുള്ള ലൈറ്റ്സ് ഇവിടെ LEDs കൊടുത്തിട്ടുണ്ട്. അതും വളരെ മനോഹരമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് താത്ത് വയ്ക്കാം. ഓക്കെ, അപ്പൊ താത്ത് വെച്ച് കഴിയുമ്പോൾ താഴെ നമുക്ക് ഒരു എയർ ഡാം അല്ലെ ഒരു എയർ ഇൻടേക്ക് ആയിട്ടുള്ള ഒരു പോർഷൻ നമുക്ക് കാണാനായിട്ട് വരും. തന്നെ ഈ ബമ്പർ ഏരിയയും വളരെ മനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു യെല്ലോ ഫോഗ് ലാംപ്സ് ഒക്കെ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട് ഹൈ റേഞ്ച് ഒക്കെ ഓടുന്ന സമയത്ത്. അപ്പം ഇതാണ് ഈ വാഹനത്തിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ. നമുക്കിനി സൈഡിലേക്ക് ഒന്ന് പോവാം. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അസാധ്യമായിട്ടുള്ള ലുക്കുകളാണ്, എയർ ഡോറുകളാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഡിസൈൻ എലമെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു സിൽവർ ഫിനിഷിലേക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ക്രോം ഫിനിഷിലുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. MG ആ ബോഡി ബിൽഡേഴ്സിന്റെ കോഡിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. വാഹനത്തിന് വൈറ്റ് കളേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സിനൊക്കെ വൈറ്റ് കളർ കോഡുകളാണ്. കാരണം ആ മറ്റേ അപകടം നടന്നതിന് ശേഷം നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകളുടെ എല്ലാം കളറുകൾ ഏകീകരിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോഴും ആൾക്കാർക്ക് അതിനെക്കുറിച്ച് 2 തരത്തിലുള്ള തർക്കങ്ങളുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ കളർ കോഡ് നിർബന്ധമാണോ? ലൈക്ക് കളർ കോഡ് വന്നപ്പോഴത്തേന് എല്ലാവർക്കും ഒരേപോലെ ഓട്ടം കിട്ടാനൊക്കെ തുടങ്ങി എന്നാണ് പറയുന്നത്. ചിലർ ഇപ്പോഴും അസ്വസ്ഥരാണ്, കളർ കോഡ് പാടില്ല. വിദേശ രാജ്യങ്ങളൊക്കെ കളർ കോഡ് ഇല്ലാതെ ഒത്തിരി മനോഹരമായിട്ടുള്ള വാഹനങ്ങളുണ്ട്, നമ്മുടെ നാട്ടിൽ മാത്രം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം കേട്ടോ. ഇനി നമ്മൾ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഫുള്ളി ഗ്ലാസ് ഏരിയ ആണ് വാഹനത്തിനകത്ത് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു ടൂർ ഓപ്പറേഷന് പറ്റുന്ന രീതിയിൽ അത്രയും ഗ്ലാസ് ഏരിയ ആണ്, ഒബ്സ്ട്രക്ഷൻ ഇല്ല. കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 സീറ്റുകൾക്കിടയിലുള്ള ഗ്ലാസ് ഏരിയ നോക്കിയാലും ഗ്ലാസിന്റെ കട്ടുകൾ വളരെ കുറവായിരിക്കും. ഓക്കെ, മൊത്തം 1 2 3 4 5 6 7 ഗ്ലാസ് പീസുകൾ വെച്ചിട്ടാണ് ഈ സൈഡ് ബോഡി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിനകത്തിരിക്കുന്ന സമയത്തുള്ള ഒരു വിഷ്വൽ ഭയങ്കര മനോഹരമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിന്റെ ടയേഴ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ട്യൂബ്ലെസ് ആയിട്ട് വരുന്ന 22.5 ഇഞ്ച് വരുന്ന വലിയ ടയേഴ്സ് ആണ്. അതുപോലെ ബ്രിഡ്സ്റ്റോണിന്റെ ടയറുകളാണ് വരുന്നത്. അതുപോലെ നമ്മൾ ആ വീലിന്റെ ഹബ്ബും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സ്കാനിയ വോൾവോ ബസ്സിന്റെ ഹബ്ബുകൾ പോലെയാണ് 10 ബോൾട്ടുകളാണ് വരുന്നത്. അപ്പോൾ അതും നമുക്ക് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഈ സൈഡിലൊക്കെ കംപ്ലീറ്റ് നമുക്ക് ഈ ലഗേജസ് ഒക്കെ വെക്കാനുള്ള ട്രേ ആണ് കണ്ടത്. അതുകൊണ്ട് ബാറ്ററി ഈ ഒരു വശത്തേക്ക് വരികയാണെങ്കിൽ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ബാറ്ററി ബോക്സും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു വശത്തേക്ക് വരുന്നത്. പിന്നെ ഇങ്ങോട്ടൊക്കെ വരുന്നതനുസരിച്ച് ലഗേജ് ട്രേകളായിരിക്കും വരുന്നത്. ഇതുണ്ടോ, ലഗേജ് ഇഷ്ടം പോലെ. ഒരു ടൂർ ഓപ്പറേഷന് പോകുമ്പോൾ ഇഷ്ടം പോലെ ലഗേജുകൾ വെക്കാനായിട്ട് 45 സീറ്റിന്റെ ബസ്സാണ്. അപ്പോൾ അത്രയും പാസഞ്ചേഴ്സ് കയറുമ്പോൾ അവരുടെ ലഗേജസ് വെക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ ഇവിടെ ഈ ഒരു വശത്തെ ഡോറ് നമ്മൾ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അത് സ്പെയർ വീലാണ്, ടയറാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ബാക്ക് സെറ്റ് ടയേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിന്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്ലൈഡർ സസ്പെൻഷനാണ് ഈ വാഹനത്തിനകത്ത്. എയർ സസ്പെൻഷനാണ് വരുന്നത്. ഫ്രണ്ടും ബാക്കും എയർ സസ്പെൻഷനാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ പറയുന്ന ഒരു തൊട്ടിൽ ആടുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും. കാരണം ഈ ഒരു വാഹനം ബ്രേക്ക് ചെയ്ത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വോൾവോ ഒക്കെ ഒരു സൈഡിലേക്ക് ആടുന്ന പോലെ തന്നെ ഈ ഒരു വാഹനം നമുക്ക് അങ്ങനെ ആടും.
അപ്പോൾ സ്ലീപ്പർ ബോഡിയൊക്കെ ഇതിനകത്ത് പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സുഖകരമായിട്ടുള്ള യാത്ര പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതുപോലെ തന്നെ ഇതിന്റെ സീറ്റിംഗ് ലേഔട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത് 2x2 ആണ്. സാധാരണ ഒരു വശത്ത് 3 സീറ്റുകളും പിന്നെ 2 സീറ്റുകളാണ് ടൂർ ബസ്സിനകത്ത് വരുന്നത്. ഇതിനകത്ത് 2x2 ആണ് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രീം ലക്ഷറി ആയിട്ട് വരുന്ന ഒരു ടൂർ ബസ്സാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന്റെ ബ്രേക്കുകളെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി എയർ ബ്രേക്കുകളാണ്. അപ്പം അതുപോലെ എസ്കാം ബ്രേക്കുകളാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ബ്രേക്കിംഗ് ഫെസിലിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 ലെവൽ ഈസി കൺട്രോളുള്ള റിട്ടാർഡർ ബ്രേക്കിംഗ് ഉണ്ട്, എക്സോസ്റ്റ് ബ്രേക്കിംഗ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ വരുന്നതുകൊണ്ട് ഇതിന്റെ ബ്രേക്കിംഗ് ഭയങ്കര എഫിഷ്യന്റ് ആയിരിക്കും. കാരണം ഇത്രയും വലിയൊരു വാഹനത്തിന് 7200 cc ഒരു വാഹനമാണല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോഴും 2 ട്രേകളും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമുക്ക് ഇതിനകത്ത് നമുക്ക് സാധനങ്ങൾ അടുക്കി വെക്കാണ്ട് പറ്റും. അല്ലെങ്കിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ആ വാഹനത്തിന്റെ ഷാസി നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. ഇത് 1624 എന്ന് പറയുന്ന ഷാസിയാണ്. അതായത് 16 ടണ്ണ് 240 ഹോഴ്സ് പവർ ആണ് അതിന്റെ ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സൈഡിലെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്ലൈഡറിന് ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ബ്രാൻഡിംഗ് ആണ് ANM ടൂർസ് ആൻഡ് ട്രാവൽസ് തിരുവല്ലം കേട്ടോ. തിരുവനന്തപുരത്ത് ഈ കോവളം പോകുന്ന റൂട്ടിലാണ് തിരുവല്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തിരുവനന്തപുരം ആൾക്കാർക്ക് എല്ലാവർക്കും ANM അറിയാം, പുറത്തേക്കുള്ളവർ കാണുന്നുണ്ട്. കാരണം പ്രീമിയം ആയിട്ടൊരു ബസ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തിരുവനന്തപുരംകാർക്ക് കിടലിനായിട്ടൊരു ബസ് ഉണ്ട്. പിന്നെ നമ്മളെ എല്ലാ ബസ്സിനകത്തും പറയുന്ന സൈഡിലെല്ലാം റിഫ്ലക്റ്റേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് രാത്രിയൊക്കെ വാഹനത്തിന്റെ ലെങ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഇനി ബാക്ക് പ്രൊഫൈലിലേക്ക് വരാം. ബാക്ക് പ്രൊഫൈലിലേക്ക് വരുമ്പോഴും ഈ വാഹനത്തിന്റെ ഹൈറ്റ് ആണ് ഞെട്ടിക്കുന്നത്. എന്തൊരു പൊക്കാന്ന് നോക്കിയാണ്, ഒരു ഏണി വെച്ച് മുകളിൽ കയറേണ്ട ഒരു അവസ്ഥയാണ്. ലൈക്ക് അത്രയും ഹൈറ്റിലാണ്. മുകളിൽ നമുക്ക് അവിടെ ഒരു ക്യാമറ കാണാം, അതുപോലെ ഒരു ചെറിയ റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒറ്റ ഗ്ലാസ് വലുത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്ലാസ് അവിടെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഭാരത് ബെൻസ് എന്നുള്ള റൈറ്റിംഗ് അവിടെയുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഗ്ലൈഡറും റൈറ്റ് സൈഡിൽ ബോഡി ബിൽഡേഴ്സിന് കോഡായിട്ടുള്ള MG. MGയുടെ ലോഗോ എങ്ങനെയാണ് കേട്ടോ, 2 സിംഹങ്ങൾ നിൽക്കുന്ന പോലുള്ള ഒരു ലോഗോയാണ് MGക്കകത്തുള്ളത്. ഓക്കെ, അതിന്റെ തൊട്ട് ബാക്കായിട്ട് ANM ടൂർസ് ആൻഡ് ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആ ഒരു സ്റ്റിക്കർ അവർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, തിരുവനന്തപുരം 26 അവരുടെ ഫോൺ നമ്പറുകളെല്ലാം ആണ്. ഇത് കൂടാതെ ഞാൻ ഫോൺ നമ്പേഴ്സ് താഴെ കൊടുത്തേക്കാം ഈ ഒരു വാഹനം നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇവിടെയും സ്ഥലമുണ്ട്. അതായത് വാഹനത്തിന്റെ അടിയിൽ ഇഷ്ടം പോലെ സ്ഥലമാണ്, ലഗേജ് വെക്കാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലമാണ്. അപ്പം ഒരു ലഗേജ് പോലും നമുക്ക് വാഹനത്തിനകത്ത് വെക്കണ്ട. ടൂർ ബസ് പോകുമ്പോൾ ബസ്സിനകത്ത് ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ ഉള്ള ക്യാമറ സെൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ക്യാമറ മുകളിൽ ഓൾറെഡി ഉണ്ട്, സെൻസേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അത് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ലൈറ്റ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ലൈറ്റ് ക്ലസ്റ്റേഴ്സ് ആണ്. ഇതാ റെഡും അതുപോലെ ഓറഞ്ച് കളേഴ്സ് ഉള്ള സ്റ്റോപ്പ് ലാമ്പുകളും ലൈറ്റുകളും ബ്രേക്ക് ലാമ്പുകളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും. റിവേഴ്സ് എടുക്കുമ്പോൾ ലൈറ്റ് കിട്ടാനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ താഴെ റിഫ്ലക്ടേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ വശത്തേക്ക് വരുന്ന നമ്പർ ബോർഡാണ്. നമ്പർ ബോർഡിൽ ഇമിനേറ്റ് ചെയ്യുന്ന 2 ലൈറ്റ്സും ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്നുള്ള പ്രൊഫൈൽ. ഈ വശത്തേക്ക് വരാം. ഈ വശത്തേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ പ്രത്യേകതകളുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതാ നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബോഡി കോഡ് അനുസരിച്ച് വരുമ്പോൾ നമുക്ക് എമർജൻസി ഡോറുകൾ മസ്റ്റാണ്. ഈ സൈഡിൽ എമർജൻസി ഡോർ നമുക്ക് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പം നമുക്ക് പുറത്തുനിന്നാണല്ലോ ഇത് ബ്രേക്ക് ചെയ്ത് അകത്തേക്ക് കയറാനുള്ള സംവിധാനമാണ്. അപ്പം ഇത്ര ഹൈറ്റ് കൂടുതലായതുകൊണ്ട് നമുക്ക് ഫുഡ് സ്റ്റെപ്പുകൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് 3 ഫുഡ് സ്റ്റെപ്പുകൾ ഈ വാഹനത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ഇനി ഈ വശത്തേക്ക് നമുക്ക് ടയർ സെറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത്, അതായത് ഈ ഒരു ഏരിയയിലാണ് ഫ്യൂൽ ടാങ്കിന്റെ ഓപ്പണിംഗ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 380 ലിറ്ററിന്റെ ഫ്യൂൽ ടാങ്ക് ആണ്. നമുക്ക് അത്രയും നമുക്ക് ലോഡ് 380 ലിറ്റർ നമുക്ക് ഡീസൽ ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്യൂൽ ടാങ്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിന്റെ മൈലേജിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരു 4 തൊട്ട് 5 വരെയാണ്. ഒരു 4.5 ഒക്കെയാണ് ആവറേജ് ആയിട്ട് കിട്ടുന്നത്. പല ഓപ്പറേഷൻസിന്റെ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പർപ്പസിനനുസരിച്ചാണ് ഇത്ര വലിയ വാഹനങ്ങളുടെ മൈലേജ് നിർണ്ണയിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ആഡ് ബ്ലൂ ലൈക്ക് നമുക്കിവിടെ ഡഫ്, അതായത് നമുക്ക് ഈ പറയുന്ന പോലെ എക്സോസ് ഫ്ലോയിഡിന്റെ ആ ഒരു ടാങ്കാണ്. 60 ലിറ്ററിന്റെ ആഡ് ബ്ലൂ ആണ് നമുക്കിവിടെ ഫില്ല് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പം ഇത് ഓൾറെഡി BS6 ആയിട്ട് വരുന്ന OBD2 വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ OBD2വിനെ കുറിച്ച് പറയാനായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്തും പറഞ്ഞായിരുന്നു. നമ്മുടെ ഓൺ ബോർഡ് ഡയഗ്നോസ്റ്റിക്സ് എന്നാണ് പറയുന്നത്. അതായത് വാഹനം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിൽ ഒരു പോർട്ട് ഉണ്ട്. നമുക്ക് ആ പോർട്ടിൽ നമ്മൾ ലാപ്ടോപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിലേക്ക് കണക്ട് ചെയ്ത വാഹനത്തിന്റെ എറർ കോഡുകളെല്ലാം കണ്ടുപിടിച്ച് വാഹനത്തിന് കംപ്ലയിൻസ്, ഏതൊക്കെ സെൻസേഴ്സ് ആണ് കംപ്ലൈൻറ്റ്, ഏതൊക്കെ പ്രശ്നങ്ങളുണ്ട്, വാഹനം എത്ര പ്രാവശ്യം നിന്നു, ഓഫാക്കി, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അത് സാധാരണ ഈ പറയുന്ന OBDക്കും മെമ്മറി ഇല്ല. പക്ഷെ OBD2വിലേക്ക് വരുമ്പോൾ മെമ്മറി ഉണ്ട്. മെമ്മറി ഉള്ളതുകൊണ്ട് തന്നെ വാഹനം ഇനി പൊളിക്കുന്ന വരെയുള്ള കാലം വരെയുള്ള എല്ലാ എറേഴ്സും അല്ല എല്ലാ ഡയഗ്നോസ്റ്റിക്സും അതിനകത്ത് അറിയാണ്ട് പറ്റും. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ബസ്സാണ് OBD2 ആയിട്ടുള്ള ഈ ഒരു ബസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയുന്ന ഈ ഒരു സിഗാർ ഷേപ്പിലുള്ള മറ്റേ എക്സോസിന്റെ സിസ്റ്റംസ് ആണ്. അതായത് BS6 കംപ്ലൈന്റ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന എമിഷൻ നോംസ് മീറ്റ് ചെയ്യാനുള്ള ആ സിസ്റ്റംസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഒക്കെ അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഒരു
ട്രേ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നു. നിങ്ങൾക്ക് അതിൻ്റെ ഷാസിയും അതുപോലെ തന്നെ ഈ സിസ്റ്റംസ് എല്ലാം നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഇതാണ് വാഹനത്തിൻ്റെ ഡ്രൈവർ സൈഡിലേക്ക് വരുന്ന സമയത്തുള്ള ഡോറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ ഡ്രൈവർ ഇതാ ഇത്ര ഹൈറ്റിലേക്ക് വേണം കയറാനായിട്ട്. ഓക്കെ, ഓക്കെ, വളരെ നേച്ചർ ആയിട്ടുള്ള സാധാരണ ഒരു ലൈലൻഡ് ബസ്സിലേക്കൊക്കെ വരുവാണെങ്കിൽ ഒരുപാട് വയേഴ്സും സംഭവങ്ങളൊക്കെ അത്ര ഭംഗിയില്ലാതെയൊക്കെ നമ്മളിവിടെ കാണാം. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ സ്കാനിയ അല്ലെ വോൾവോ ബസ്സിന്റെ ഒക്കെ ക്യാബിനിലേക്ക് കയറുന്ന ഒരു പെർഫെക്ഷനോടുകൂടിയാണ് ഈ വാഹനത്തിലേക്ക് നമുക്ക് കയറാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ ബ്രേക്ക് ലിവേഴ്സും അതുപോലെ തന്നെ ആക്സിലേറ്ററും നമുക്ക് കാണാൻ സാധിക്കും. ക്ലച്ച് ഈ ഒരു വശത്താണ്, ബ്രേക്സ് നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ കൂടുതലായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് അകത്തു നിന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഭാരത് ബെൻസിന്റെ ഗ്ലൈഡർ ഈ ബസിന്റെ ഡ്രൈവിംഗ് സീറ്റിലാണ് ഇരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഭാരത് ബെൻസിന്റെ ലോഗോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ബസ്സിനകത്ത് തന്നെ ഈ പറയുന്ന സ്റ്റിയറിംഗ് മൗണ്ടഡ് ആയിട്ടുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലൈക്ക് നമ്മുടെ വാഹനത്തിനകത്ത് മീഡിയ കൺട്രോൾസും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഭയങ്കര മനോഹരമായിട്ടുണ്ട്. അതുപോലെ റിട്ടാർഡർ ബ്രേക്കിങ്ങിന്റെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ ഈ വശത്തേക്ക് നമുക്ക് വൈപ്പറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഈ സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റബിളും ആണ്, അതുപോലെ തന്നെ നമുക്ക് ടെലസ്കോപ്പിക് ആയിട്ടാണ് വരുന്നത്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്റ്റിയറിംഗ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അത് എന്ത് സൗകര്യമല്ല, ഓരോരുത്തരുടെ രീതിക്ക് അനുസരിച്ച് നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഡാഷ്ബോർഡ് ആണ് നമുക്ക് കംപ്ലീറ്റ് നോക്കുകയാണെങ്കിൽ അതിന്റെ കോക്പിറ്റ് വളരെ നീറ്റർ ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എയർ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ കുറച്ച് ഡമ്മി സ്വിച്ചസും ഒക്കെ ഉണ്ട്. അതുപോലെ എക്സോസ് ബ്രേക്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ട്രാക്ഷൻ കൺട്രോളും ഒക്കെ ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈറ്റ്സിന്റെ സ്വിച്ചസ് ഒക്കെയാണ് അവിടെ വരുന്നത്. അതുപോലെ നമുക്ക് മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഈ കൊമ്പ് നമുക്ക് ഓട്ടോമാറ്റിക്കലി തിരിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ക്ലസ്റ്റർ നമുക്ക് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഭാരത് ബെൻസ് എന്നുള്ള ഒരു റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സിഗ്നൽസും വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് സ്പീഡും അതുപോലെ RPM ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ അതിനകത്തുള്ള കുറെ പാരാമീറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതും വളരെ നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവറിന് നല്ല വിസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ വശത്തേക്ക് വരികയാണെങ്കിൽ ഒരുപാട് സ്വിച്ചസും കാര്യങ്ങളും കാണാം. വാഹനത്തിനകത്ത് ലൈറ്റ്സിന്റെ സ്വിച്ചസ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ റിവേഴ്സ് എടുക്കുന്ന സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ജെറ്റാക്കിന്റെ ഒരു AC-യുടെ യൂണിറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഒരു ചെറിയ സ്റ്റീരിയോ സിസ്റ്റം നമുക്ക് കാണാനായിട്ട് പറ്റും. അത് എനിക്ക് തോന്നുന്ന ഡ്രൈവേഴ്സിനുള്ള ഒരു ചെറിയ സീരിയസ് സിസ്റ്റം ആയിരിക്കും. അതിന് ടൂർ ബസ് ആയതുകൊണ്ട് ഇതിന് സെപ്പറേറ്റ് ഒരു സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ മെലഡി ഹോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്തേക്ക് പോകുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കി കുറച്ചുകൂടെ ബാക്കിലോട്ട് ഒന്ന് നോക്കി, വണ്ടിയുടെ പ്ലാറ്റ്ഫോമും ഈ പറയുന്ന ഈ എന്താ പറയുന്ന ഈ ഒരു ഇതിനടിയിലാണ് എഞ്ചിൻ വരുന്നത്. ഇതെല്ലാം ഒരേ ലെവലിലാണെന്നുള്ളതാണ് പ്രത്യേകത. കണ്ട, ഈ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് തന്നെയാണ് ഇതിന്റെ ഗിയർ ബോക്സ് വരുന്നത്, അല്ലെങ്കിൽ ഗിയർ സിസ്റ്റം വരുന്നത്, ഗിയർ ലിവർ വരുന്നത്. ഇതൊരു 6 സ്പീഡ് ആയിട്ടുള്ള G85 വരുന്ന സിംഗ്രോമെഷ് വരുന്ന ഗിയർ ബോക്സ് ആണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു അടിപൊളി ഒരു ഗിയർ ബോക്സ് ആണ്. ഇതിന് നേരത്തെ ആ G85 എന്ന് പറഞ്ഞാൽ ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള വരുന്ന അടിപൊളി സ്മൂത്ത് ആയിട്ടുള്ള ഷിഫ്റ്റിംഗ് വരുന്ന ഗിയർ ബോക്സ് ആണ്. അപ്പൊ ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു ഡാഷ്ബോർഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ആ കോർണറിലേക്ക് പോകാം. അവിടെ നമുക്ക് ഒരു എന്താണ് വാഹനത്തിനകത്തെ പാസഞ്ചേഴ്സിന് അറേഞ്ച്മെന്റ്സ് ഡ്രൈവേഴ്സിന് ഇവിടെ ഇരുന്ന് കാണാൻ വേണ്ടിയുള്ള ഒരു കണ്ണാടി അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഇതുണ്ടോ, നമുക്ക് വെയിലടിക്കാതിരിക്കാനുള്ള ഒരു സൺസ്ക്രീൻ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതൊരു വീഡിയോ കോച്ച് ആയതുകൊണ്ട് ടൂർ ബസ് ആയതുകൊണ്ട് ഇവിടെ നമുക്കൊരു TV നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനെ മുകളിലായിട്ട് നമുക്കൊരു ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലോക്ക് ഉണ്ട്. പിന്നെ LED ലാംപ്സ് ഉണ്ട്. അപ്പം ഡ്രൈവറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ മുകളിൽ AC വെന്റ് ഉണ്ട് കേട്ടോ. AC വെന്റ് ഉണ്ട്. അത് കൂടാതെ നമുക്ക് ഇവിടെ ഇപ്പം പാസഞ്ചർ ഇല്ലാതെ പോകുന്ന സമയത്ത്, വണ്ടി കാലിടിച്ച് പോകുന്ന സമയത്ത് അത്ര AC-യുടെ കൺസപ്ഷൻ കുറയ്ക്കാൻ വേണ്ടി ഡ്രൈവറിനെ ചൂടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഫാനും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് നമുക്ക് കാണാം. ഇത് കൂടാതെ എല്ലായിടത്തും SOS-ന്റെ സ്വിച്ചസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഡ്രൈവറിന്റെ സീറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ നല്ല നീറ്റർ ആയിട്ടുള്ള ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ. സാധാരണ ലൈലൻഡ് ബസ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോഴും വള്ളി സീറ്റൊക്കെ ആണെന്ന്. അപ്പം പല ആൾക്കാർക്ക് ഇതിപ്പോ ഒരു കാർ ലൈക്ക് സീറ്റാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് നമുക്കത് ശരിക്കും പറഞ്ഞാൽ പുഷ് ബാക്ക് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുള്ള റിവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരു കാർ ഓടിക്കുന്ന സുഖത്തിൽ ഒരു ഡ്രൈവറിന് ഈ വാഹനം ഓടിക്കാൻ പറ്റും എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇതിന്റെ ബാക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സോണി എക്സ്പോർട്ടിന്റെ 2 ആംപ്ലിഫയർ ആണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ആംപ്ലിഫയർ, ചെറിയൊരു മിനി ആംപ്ലിഫയർ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ടൂർ പോകുന്ന സമയത്ത് നമുക്ക് സ്വന്തമായിട്ട് പാട്ടൊക്കെ പാടാൻ നമുക്ക് മൈക്ക് വേണം. അപ്പൊ ഈ നോർത്ത് ഇന്ത്യൻസിനെ സംബന്ധിച്ച് അവർക്ക് ഓഡിയോ സിസ്റ്റത്തെക്കാളും കൂടുതൽ ഇഷ്ടം അവർക്ക് മൈക്ക് വെച്ചിട്ട് എന്തെങ്കിലും സംസാരിക്കുകയൊക്കെ വേണ്ടത്. അപ്പൊ ഇതിനകത്ത് 2 വയർലെസ് മൈക്ക് ഇവർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എക്സൈഡ് 2 വയർലെസ് മൈക്കും 1 വയേർഡ് മൈക്കും ഈ വാഹനത്തിനകത്തുണ്ട്. അപ്പൊ നിങ്ങൾ ടൂറൊക്കെ പോകുമ്പോഴത്തേനും നമുക്ക് ഈ പറഞ്ഞ പാട്ടൊക്കെ ഇട്ടിട്ട് തുള്ളുന്ന ഒരു സമയമുണ്ട്. അല്ലാതെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആൾക്കാരോടൊക്കെ സംവദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വിസ് നടത്താനോ അന്താക്ഷരി നടത്താനൊക്കെ 2 വയർലെസ് മൈക്ക് ഉണ്ടെന്നുള്ളതും ഈ വാഹനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, ഇനി
നമ്മൾ ഇതിലേക്ക് വരുന്ന വാഹനത്തിനകത്തേക്ക് നമുക്ക് പോകാം, എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് നോക്കാം. മെയിൻ ആയിട്ട് കയറി വരുന്നിടത്ത് ക്ലീനറിന് ഒരു ചെറിയൊരു സീറ്റ് ഉണ്ട്, ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓക്കെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഇരിക്കാം. ഓക്കെ, ഇങ്ങനെ കാല് വെച്ചിട്ടിരിക്കാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് ക്ലീനറിന് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത്യാവശ്യം നല്ലൊരു സീറ്റിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അപ്രൈറ്റ് ആയിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇത് തന്നെ ഓട്ടോ ഫോൾഡബിൾ ആണ്. അതുപോലെ തന്നെ ഇതാണ്ട് ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അകത്തേക്ക് നമുക്ക് വരാം. അപ്പൊ ഏറ്റവും പുതിയ ഗ്ലൈഡറിനകത്താണ് നിൽക്കുന്നത്. ഇതിന്റെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് നോക്കിയാൽ 2x2 ആണ്. അതായത് ഞെരുങ്ങി ഇരുന്ന് പോകേണ്ട, വളരെ രാജകീയമായിട്ടിരുന്ന് പോകാൻ പറ്റുന്നതാണ് ഇത് പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ ഒരു സീറ്റിലേക്ക് ഒന്ന് കയറിയിരിക്കാം. ഞാൻ ഈ ഒരു സീറ്റ്സിലേക്ക് വരാം, അതിന്റെ കംഫോർട്ട് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ ഇത് നമുക്ക് ആക്ച്വലി ഈ വാഹനം പുഷ് ബാക്ക് സീറ്റുകളാണ്. ഇതാ ഇത്രയും നമുക്ക് ചെരിഞ്ഞ് കിടക്കാനായിട്ട് പറ്റും. നല്ല നമുക്കൊരു ഹെഡ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ കൈ വെക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് ആണ്. രണ്ടുപേർക്ക് അത്യാവശ്യം വീതിയുള്ള സീറ്റുകളാണ്. വളരെ സുഖകരമായിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ പ്രീമിയം ആയിട്ടുള്ള ടൂറുകൾ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ NMന്റെ ബസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഗാങ് വേയെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വീതിയുള്ളൊരു ഗാങ് വേ ആണ്. അതുപോലെ ആ ഒരു ഏകദേശം ഫ്ലാറ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന്റെ ഒരു നമുക്ക് സാധാരണ ലൈനൽ ബസ്സൊക്കെ ആണെങ്കിൽ ഒരു ഭയങ്കര കുഴിവുള്ളൊരു ഗാങ് വേ ആയിരിക്കും കാണുന്നത്. പക്ഷെ ഇത് ഏകദേശം ഒരു ഫ്ലാറ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ബ്ലൂ ലൈറ്റ്സ് LED സ്ട്രിപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാത്രിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടന്നു പോകുമ്പോൾ ആ ലൈറ്റ് നമ്മളെ ഗൈഡ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് വാഹനത്തിനകത്ത് എപ്പോഴും ഒരു ബ്ലൂ കളർ ഉള്ളതാണ് വാഹനത്തിനകത്ത് നമുക്ക് ഉറങ്ങാൻ ഏറ്റവും നല്ലൊരു അനുയോജ്യമായിട്ടുള്ള കളർ എന്ന് പറയുന്നത്. നമ്മൾ മുറിയിലാണെങ്കിലും ബ്ലൂ കളേഴ്സ് ഇട്ടാൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരുമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പിന്നെ ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെ എല്ലാ പാഴ്സൽ ട്രേകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ LED സ്ട്രിപ്പ് ലൈറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ കൂൾ ആയിട്ടുള്ള കളേഴ്സ് ആണ്. ലൈക്ക് ആ ഒരു വൈറ്റ് ലൈറ്റ്, മൂൺ ലൈറ്റ് ആണ് അവിടെ വരുന്നത്. നല്ല രസമാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു വശത്തേക്ക് നോക്കുകയാണെങ്കിൽ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. സോണിയുടെ എക്സ്പ്ലോറിന്റെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. AC വെന്റുകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ എല്ലായിടത്തും ഈ SOSന്റെ സ്വിച്ചുകൾ കാണാം. അതൊക്കെ എല്ലാ വണ്ടിയിലൊക്കെ ഉള്ളതായതുകൊണ്ട് നിങ്ങൾ കാണുന്ന ഒരു സംവിധാനമാണ്. ഇനി സീറ്റ്സിന്റെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. സീറ്റ്സിന്റെ ബാക്കിലേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം. സീറ്റ്സിന്റെ ബാക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുപ്പികൾ വെക്കാനായിട്ടുള്ള ഈ സംവിധാനങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുപ്പിയോടെ നമുക്ക് വെക്കാണ്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ബിസ്ക്കറ്റോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ പേഴ്സുകളും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു റാക്കും അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പിടിച്ചിരിക്കാനായിട്ടുള്ള ഒരു ഹാൻഡിലും വാഹനത്തിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഇരിക്കുന്ന നമുക്കിങ്ങനെ പിടിച്ചിരിക്കാനുള്ള ഒരു സംവിധാനം അവിടെ കൊടുത്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സ് അവർ തുണി കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് കൂടാതെ ഇങ്ങോട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള ഒരു സംവിധാനം കണ്ടോ. നമുക്ക് ഇവിടെ USB പോർട്ടുകളും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സീറ്റ്സുകൾക്കും സീറ്റ് ബെൽറ്റുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ഇത് കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള ടൂൾസിനാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പൊതുവെ സീറ്റ് ബെൽറ്റുകളൊന്നും ഇട്ടിരിക്കാറില്ലെങ്കിലും ഫോറിനേഴ്സ് ടൂറിന് വരുന്ന സമയത്ത് അവർക്ക് ഈ സീറ്റ് ബെൽറ്റ്സ് ഭയങ്കര നിർബന്ധമാണ്. ഞാൻ ഈ പുറത്ത് തായ്ലൻഡിലൊക്കെ പോയ സമയത്തും അവർ അവിടെ ബസ്സിൽ കയറുന്ന സമയത്ത് സീറ്റ് ബെൽറ്റുകൾ നിർബന്ധമായിട്ട് ഇടാനായിട്ട് പറയായിരുന്നു. അപ്പോൾ നമ്മളിവിടെ കാറുകൾക്ക് മാത്രം ഒത്തിരി കഷ്ടപ്പെട്ട്, അതും ഫ്രണ്ട് റോയിൽ ഇരിക്കുന്നവർ മാത്രമേ ഇടുന്നുള്ളൂ. ബാക്ക് റോയിൽ ഇടാനുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് പലർക്കും ഉണ്ട്. അപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവർക്ക് ഇത് ഭയങ്കര മസ്റ്റാണ് സീറ്റ് ബെൽറ്റുകളൊക്കെ. നമുക്കാണ് ഇത് വലിയ മടിയായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിലേക്ക് നമുക്ക് കടന്നു വരാം. മൊത്തം 45 സീറ്റിംഗ് ആണ് ഇതിനകത്ത് വാഹനത്തിനകത്തുള്ളത്. അപ്പോൾ AC-യുടെ ഫിൽറ്ററുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ സീറ്റുകളുടെ അടിയിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീറ്റ്സിൻ്റെ അടിയിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ എല്ലാ റീഡിംഗ് ലാംപ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ AC-യുടെ വെന്റുകൾ നമുക്ക് AC-യുടെ വെന്റുകൾ 2 പേർക്കുമുള്ള AC-യുടെ വെന്റുകളുണ്ട്. അതുപോലെ ചെറിയൊരു സ്പീക്കർ കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഏറ്റവും ബാക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എമർജൻസി ഡോറ് വരുന്നത് ഈ വശത്തായിട്ടാണ്. കർട്ടൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എമർജൻസി ഡോർ ഈ കാണുന്നതാണ്. ഇത് കൂടാതെ നമുക്ക് ഗ്ലാസ് ബ്രേക്ക് ചെയ്യാനുള്ള ഈ പറയുന്ന പോലെ തല്ലിപ്പൊട്ടിക്കാനുള്ള ചുറ്റികയും കാര്യങ്ങളും ഹാമറും ഒക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ആക്സിഡന്റ് വരുന്ന സമയത്ത് നമുക്ക് ആ ഡോർസ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ വാഹനത്തിന് പലയിടത്തായിട്ട് എക്സോസ്റ്റിംഗ് ഇതുപോലെ ഫയർ എക്സ്റ്റിംഗ്വിഷറും വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്കൊരു ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ട, ഇത് എമർജൻസി ഒരു ഡോർ തന്നെയാണ്. വാഹനം എന്തെങ്കിലും സൈഡായിട്ട് മറിയൊക്കെ ചെയ്യുകയാണെങ്കിൽ എമർജൻസി എക്സിറ്റ് ഇത് നമുക്ക് ഈ ഗ്ലാസ് ബ്രേക്ക് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അടപ്പ് നമുക്ക് ഊരിയെടുക്കാൻ നമുക്ക് സാധിക്കും. ബാക്കിലേക്കൊക്കെ നമുക്ക് സ്പീക്കേഴ്സും കാര്യങ്ങളുണ്ട്. ബാക്കിലെ റോയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഈ ബാക്കിലെ റോയും ഇവർ പുഷ് ബാക്ക് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സാധാരണ എല്ലാ ബസ്സിൻ്റെ ബാക്കിലെ റോയിലെ സീറ്റ്സ് പുഷ് ബാക്ക് ആയിരിക്കത്തില്ല. പക്ഷെ ഇവരുടെ കേസിൽ കണ്ടോ ഇത് പുഷ് ബാക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ബാക്കിലിരുന്നാലും കുഴപ്പമില്ല, ഫ്രണ്ടിൽ ഇരുന്നാലും കുഴപ്പമില്ല. ബാക്കിലൊക്കെ ഇരിക്കുന്നതാണ് നമ്മൾ കുറച്ച് പേർക്ക് ഈ ടൂറൊക്കെ പോകുമ്പോൾ ഇഷ്ടമല്ല. രണ്ടെണ്ണമൊക്കെ ഒന്ന് അടിച്ച് മൂലയിലൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ വളരെ സുഖത്തോടെ ഇരിക്കാനുള്ള ഒരു സംവിധാനങ്ങളൊക്കെ ഈ ബസ്സിനകത്തും
ഒരുക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ബസ്സിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട് കാണാതിരിക്കും അല്ലേ. ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് സ്കാനിയാണോ വോൾവോ ആണോ എന്നൊന്നും ഒറ്റ നോട്ടത്തിൽ പറയാനായിട്ട് പറ്റത്തില്ല. ഇതിന്റെ എഞ്ചിൻ എന്ന് പറയുന്നത് മെർസിഡസ് ബെൻസിന്റെ എഞ്ചിനാണ്. അപ്പം അത്രയും പ്രീമിയം ബസ്സിന്റെ ശ്രേണിയിലേക്കാണ് ഈ വാഹനം വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഷാസി എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു 16-24 പറഞ്ഞു. ആ ഷാസിക്ക് ഏകദേശം വില വരുന്നത് 46 lakhs ആണ്. അപ്പൊ അതിന് മുകളിൽ നമ്മൾ ബോഡി കെട്ടിയെടുക്കുകയാണ്. അപ്പൊ നമ്മുടെ MGയുടെ ഒരു ബോഡിയുടെ റേറ്റ് കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഫീച്ചേഴ്സിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിനനുസരിച്ച് ബോഡിയുടെ റേറ്റ്സ് മാറും. ഓക്കെ, പിന്നെ ഈ ഒരു വാഹനത്തിന്റെ പ്രത്യേകത പറഞ്ഞില്ല. കാരണം ഇത് ഈ ഇത്ര ഹൈ റൈസ്ഡ് ആയിട്ടുള്ള ഡെക്കാണ് വാഹനത്തിനകത്ത് വരുന്നത്. നമ്മൾ നിൽക്കുമ്പോഴും നമുക്ക് ഒരു വോൾവോ സ്കാനിൽ നിന്നൊരു ഫീൽ തന്നെയാണ്. പിന്നെ അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് ഏരിയയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല, കാണിച്ചു തരുന്നത് കണ്ടോ. നിങ്ങൾ നോക്കിയേ, ടൂറിന് പോകുമ്പം നമുക്കുള്ള വിസിബിലിറ്റി നോക്കിക്കേ. സാറിന് ഒരു ലൈലൻഡ് ബസ്സിന്റെ പോലെയാണോ ഇതിന്റെ ഒരു വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫുൾ ഏരിയ പുറത്തേക്ക് കാണാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്ര ഹൈറ്റിൽ ഇരുന്ന് നമുക്ക് കാഴ്ചകളെല്ലാം കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ആണ് ലൈക്ക് ഇതിന്റെ ഒരു ഗ്ലാസ് ഏരിയയിലെ ബോഡി ബിൽഡ് ചെയ്തിരിക്കുന്ന അത്ര നല്ലൊരു ക്വാളിറ്റിയിലും അല്ലെങ്കിൽ നല്ലൊരു വിസിബിലിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലാണ് ഈ വാഹനത്തിന്റെ ഒരു ഇന്റീരിയർ ഒരുക്കിയിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബസ്സിന്റെ നമ്പേഴ്സ് ഞാൻ താഴെ കൊടുത്തേക്കാം. കാരണം ഇവർക്ക് ഓൾറെഡി സ്കാനിയ ബസ്സസ് ഉണ്ട്, അതുകൂടാതെ നമുക്ക് ലൈലൻഡ് ബസ്സുകളുണ്ട്. അതുപോലെ തന്നെ 35 സീറ്ററിന്റെ ബസ്സുകളൊക്കെ ഉള്ളൊരു കമ്പനിയാണ്. അപ്പം നമ്മുടെ നിസാമിക്ക നമുക്ക് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഈ ഒരു മേഖലയിലായിരുന്നതുകൊണ്ട് തന്നെ ഇവരുടെ ബസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ഹയർ ചെയ്യേണ്ടത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ബസ്സുകൾ കംപ്ലൈന്റ് ആകുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ നിന്നൊക്കെ വാഹനങ്ങൾ നമ്മൾ വാടകയ്ക്ക് എടുക്കാറുണ്ട്. അപ്പോൾ ഇവരെ ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാം. പ്രീമിയം ആയിട്ടുള്ള ടൂൾസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഭാരത് ബെൻസിന്റെ ഏറ്റവും പുതിയ ഗ്ലൈഡറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, ഇത് സ്കാൻ ചെയ്യാൻ വോൾവോ ആയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡിസൈനുകളാണോ അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് വാഹനത്തിനാണുണ്ടോ, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് സംസാരിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ, സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം ടോപ്പ് മൈ ഷോ.